മൗനി അമാവാസിയോടനുബന്ധിച്ച് ഹരിദ്വാറിൽ വൻ ഭക്തജന പ്രവാഹം. പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഗംഗയിൽ പുണ്യസ്നാനം ചെയ്യാനും ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഹരിദ്വാറിലെത്തിയത്. മഹാശിവരാത്രിക്ക് മുമ്പുള്ള അവസാന അമാവാസിയാണ് മൗനി അമാവാസി. ഖേലോ ഇന്ത്യ സ്കോളർഷിപ്പ് സ്കീമിന് കീഴിൽ കായിക താരങ്ങൾക്ക് 30 കോടിയിലധികം രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. 3000-ഓളം അത്ലറ്റുകൾക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 6,28,000 രൂപ വാർഷിക സ്കോളർഷിപ്പ് അനുവദിച്ചതായി യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. കായിക താരങ്ങൾക്കുള്ള പരിശീലനം, ഭക്ഷണം, മെഡിക്കൽ ഇൻഷുറൻസ്, കിറ്റുകൾ എന്നിവയ്ക്കാണ് ഈ തുക ചിലവഴിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഓരോ പാദത്തിലും 8 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കായിക മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ നിമജ്ജനഘട്ടിൽ കാബിൻ കണ്ടെയ്നറിലുണ്ടായ തീപിടുത്തത്തിൽ 6 ആടുകൾ വെന്തു മരിച്ചു. ഒരാൾക്ക് തീപിടുത്തത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. റതിബന്ദർ ഘട്ടിലാണ് സംഭവം. അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ മഞ്ഞുവീഴ്ച. സോനാബാർഗിലെ സർബൽ മേഖലയിലാണ് മഞ്ഞുവീഴ്ചയുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ജമ്മു കാശ്മീർ ദുരന്ത നിവാരണ അതോറിറ്റി പല ജില്ലകളിലും മഞ്ഞുവീഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓപ്പറേഷൻ ഫോസ്കോസിന്റെ ഭാഗമായി രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. 13,100 സ്ഥാപനങ്ങൾ പരിശോധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 103 സ്ക്വാഡുകൾ 4 ദിവസങ്ങളിലായാണ് പരിശോധനകൾ നടത്തിയത്. 1,663 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു.